നമസ്കാരം. സിസിടിവി വാർത്തയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ലോക്സഭാ തിരഞ്ഞെടുപ്പ് നാമനിർദ്ദേശ പത്രികകളുടെ സൂക്ഷ്മ പരിശോധനയിൽ കേരളത്തിൽ 86 പേരുടെ പത്രിക തള്ളി. നിലവിൽ 204 സ്ഥാനാർത്ഥികൾ. തൃശൂരിൽ 10ഉം ആലത്തൂരിൽ 5ഉം സ്ഥാനാർത്ഥികൾ മത്സരരംഗത്ത്. പത്രിക പിൻവലിക്കുന്നതിനുള്ള സമയപരിധി തിങ്കളാഴ്ച അവസാനിക്കുന്നതോടെ അന്തിമ സ്ഥാനാർത്ഥി പട്ടികയാകും. പ്രധാന നേതാക്കൾ മത്സരിക്കുന്ന മണ്ഡലത്തിൽ പോലും സ്വന്തം കൊടി ഉപയോഗിക്കാൻ ധൈര്യമില്ലാത്തവരാണോ രാജ്യത്തിന്റെ മതേതരത്വം കാത്തുസൂക്ഷിക്കുമെന്ന് പറയുന്നതെന്ന് സിപിഎം സംസ്ഥാന സെക്രട്ടറി എം.വി. ഗോവിന്ദൻ. എസ്ഡിപിഐ UDF ബന്ധം ആസൂത്രിത നീക്കമെന്നും കേരള സ്റ്റോറി ദൂരദർശനിൽ പ്രദർശിപ്പിക്കുന്നത് BJP അജണ്ടയെന്നും സിപിഎം സംസ്ഥാന സെക്രട്ടറി. ഒരു മാസക്കാലത്തെ വ്രതാനുഷ്ഠാനത്തിന് ശേഷം വിശുദ്ധ മാസത്തോട് വിട പറയാൻ ഒരുങ്ങി മുസ്ലിം സമൂഹം. റമദാനിലെ അവസാന വെള്ളിയാഴ്ച പള്ളികളിൽ നടന്ന നമസ്കാരങ്ങൾ ഭക്തിനിർഭരം. പ്രസിദ്ധമായ മറ്റം നിത്യസഹായ മാതാവിന്റെ തീർത്ഥകേന്ദ്രത്തിലെ തിരുനാളിന് കൊടിയേറി. ഏപ്രിൽ 12 മുതൽ 16 വരെയുള്ള തീയതികളിലായി ആഘോഷിക്കുന്ന തീർത്ഥകേന്ദ്രത്തിലെ 86ാം തിരുനാൾ ആഘോഷത്തിന് തുടക്കം കുറിച്ചാണ് കൊടിയേറ്റം നടന്നത്. തിരുനാളാഘോഷം CCTVയിലൂടെ തത്സമയം പ്രേക്ഷകരിലേക്ക്. ഒറ്റപ്പിലാവ് കോതച്ചിറ റോഡിൽ പ്രവർത്തിക്കുന്ന പന്നി ഫാമിലെ മാലിന്യം പൊതുസ്ഥലത്തേക്ക് ഒഴുക്കിവിടുന്നത് തടയണമെന്നാവശ്യപ്പെട്ട് പ്രദേശവാസികൾ കുന്നംകുളം പോലീസിൽ പരാതി നൽകി. മാലിന്യം മൂലം പരിസരത്ത് ദുർഗന്ധവും കിണറുകളിൽ അഴുക്കുജലവും നിറയുന്നുവെന്ന് ആരോപണം. വാർത്തകൾ വിശദമായി. സൂക്ഷ്മ പരിശോധന പൂർത്തിയായി. ആദ്യം തെരഞ്ഞെടുപ്പ് വാർത്തകൾ. ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള നാമനിർദ്ദേശ പത്രികകളുടെ സൂക്ഷ്മ പരിശോധനയിൽ കേരളത്തിൽ 86 പേരുടെ പത്രിക തള്ളി. നിലവിൽ 204 സ്ഥാനാർത്ഥികളാണുള്ളത്. നാമനിർദ്ദേശ പത്രിക പിൻവലിക്കുന്നതിനുള്ള സമയപരിധി തിങ്കളാഴ്ച അവസാനിക്കുന്നതോടെ അന്തിമ സ്ഥാനാർത്ഥി പട്ടികയ്ക്ക് രൂപമാകുമെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ സഞ്ജയ് കൌൾ അറിയിച്ചു. വ്യാഴാഴ്ച വൈകിട്ട് 3-ന് നാമനിർദ്ദേശ പത്രിക സമർപ്പണം പൂർത്തിയായപ്പോൾ സംസ്ഥാനത്ത് 290 സ്ഥാനാർത്ഥികളാണ് പത്രിക സമർപ്പിച്ചിരുന്നത്. കോട്ടയത്താണ് ഏറ്റവും കൂടുതൽ സ്ഥാനാർത്ഥികളുള്ളത്. 14 പേരാണ് കോട്ടയം ലോക്സഭാ മണ്ഡലത്തിൽ നിന്ന് മത്സരിക്കുന്നത്. ആലത്തൂരിൽ 5 സ്ഥാനാർത്ഥികളാണ് മത്സരരംഗത്തുള്ളത്. 3 പേരുടെ പത്രിക തള്ളി. ഏപ്രിൽ 8-നാണ് പത്രിക പിൻവലിക്കുന്നതിനുള്ള അവസാന ദിവസം. അത് കഴിയുന്നതോടെ അന്തിമ സ്ഥാനാർത്ഥി പട്ടിക തയ്യാറാകും. രാജ്യത്ത് 7 ഘട്ടമായി നടക്കുന്ന വോട്ടെടുപ്പിൽ 2ാം ഘട്ടത്തിൽ ഉൾപ്പെടുന്ന കേരളത്തിൽ ഏപ്രിൽ 26-നാണ് പോളിംഗ്. ജൂൺ 4-ന് വോട്ടെണ്ണും. തൃശൂർ ലോക്സഭാ മണ്ഡലത്തിലെ നാമനിർദ്ദേശ പത്രികകളുടെ സൂക്ഷ്മ പരിശോധന പൂർത്തിയായപ്പോൾ നിലവിലുള്ളത് 10 സ്ഥാനാർത്ഥികൾ. ആകെ ലഭിച്ച 15 നാമനിർദ്ദേശ പത്രികകളിൽ 5 എണ്ണം തള്ളി. CPI സ്ഥാനാർത്ഥി VS സുനിൽകുമാറിന്റെ ഡമ്മി രമേഷ് കുമാറിന്റെയും ഭാരതീയ ജനതാ പാർട്ടി സ്ഥാനാർത്ഥി സുരേഷ് ഗോപിയുടെ ഡമ്മി സ്ഥാനാർത്ഥിയായ അനീഷ് കുമാറിന്റെയും പത്രികകൾ തള്ളി. സത്യവാങ്മൂലം കൃത്യമായി പൂരിപ്പിക്കാത്തതിനാൽ P. അജിത് കുമാർ, പ്രപ്പോസർമാരുടെ വിവരങ്ങൾ കൃത്യമായി ഇല്ലാത്തതിനാലും ഇതര ലോക്സഭാ മണ്ഡലത്തിലെ വോട്ടർ ആയതിനാൽ ഇലക്ട്രൽ റോളിന്റെ പകർപ്പ് സമർപ്പിക്കാത്തതിനാലും സ്വതന്ത്ര സ്ഥാനാർത്ഥികളായ KP കല, കൃത്യമായ പ്രപ്പോസലുകൾ ഇല്ലാത്തതിനാൽ ഡോക്ടർ K. പത്മരാജൻ എന്നിവരുടെ പത്രികകളും സൂക്ഷ്മ പരിശോധനയിൽ തള്ളി. തൃശൂർ ലോക്സഭാ മണ്ഡലം വരണാധികാരിയും ജില്ലാ കളക്ടറുമായ VR കൃഷ്ണ തേജയുടെ നേതൃത്വത്തിലാണ് സൂക്ഷ്മ പരിശോധന നടന്നത്. പൊതുനിരീക്ഷക P. പ്രശാന്തി, സ്ഥാനാർത്ഥികൾ, പ്രതിനിധികൾ തുടങ്ങിയവരും സന്നിഹിതരായിരുന്നു. ഏപ്രിൽ 8-ന് വൈകിട്ട് 3 വരെ പത്രിക പിൻവലിക്കാം. അന്നേ ദിവസം തന്നെ ചിഹ്നങ്ങൾ അനുവദിക്കും. പ്രധാന നേതാക്കൾ മത്സരിക്കുന്ന മണ്ഡലത്തിൽ പോലും സ്വന്തം കൊടി ഉപയോഗിക്കാൻ ധൈര്യമില്ലാത്തവരാണോ രാജ്യത്തിന്റെ മതേതരത്വം കാത്തുസൂക്ഷിക്കുമെന്ന് പറയുന്നതെന്ന് CPM സംസ്ഥാന സെക്രട്ടറി M.V. ഗോവിന്ദൻ. ചെറുപ്പുളശ്ശേരിയിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു M.V. ഗോവിന്ദൻ. SDPI UDF ബന്ധം ആസൂത്രിതമായ നീക്കമാണെന്ന് CPM സംസ്ഥാന സെക്രട്ടറി M.V. ഗോവിന്ദൻ ആരോപിച്ചു. രാഹുൽ ഗാന്ധി ഉൾപ്പെടെ പ്രധാന നേതാക്കൾ മത്സരിക്കുന്നിടത്ത് പോലും സ്വന്തം കൊടി ഉയർത്തുവാൻ ധൈര്യമില്ലാത്തവരാണോ വർഗീയതയ്ക്കെതിരെ പോരാടുന്നതെന്നും M.V. ഗോവിന്ദൻ ചോദിച്ചു. കേരള സ്റ്റോറി സിനിമ ദൂരദർശനിൽ പ്രദർശിപ്പിക്കുന്നതിന് പിന്നിൽ BJPക്കാരാണെന്നും M.V. ഗോവിന്ദൻ തുറന്നടിച്ചു. ചെറുപ്പശ്ശേരിയിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ബോധപൂർവം മുസ്ലിം വിരുദ്ധ പ്രചരിപ്പിക്കുകയാണ് ഈ സിനിമ ദൂരദർശനിൽ പ്രദർശിപ്പിക്കുന്നതിന് പിന്നിലെ ലക്ഷ്യം. കേരള കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ കുത്തിനിറച്ച സിനിമയാണിതെന്നും M.V. ഗോവിന്ദൻ കുറ്റപ്പെടുത്തി. ആയിരക്കണക്കിന് മുസ്ലിം സ്ത്രീകൾ ലവ് ജിഹാദിന്റെ ഭാഗമായും പിന്നെ ലോകത്തിന്റെ വിവിധ മേഖലയിലുള്ള തീവ്രവാദ പ്രസ്ഥാനങ്ങളിലേക്ക്
ഭീകരവാദ പ്രസ്ഥാനങ്ങളിലേക്ക് റിക്രൂട്ട് ചെയ്യപ്പെടുന്ന ഒരു റിക്രൂട്ടിംഗ് ഏജൻസിയാണ് കേരളം എന്ന് വരുത്താനും കമ്മ്യൂണിസ്റ്റുകാരെ അപഹസിക്കും വേണ്ടിയാണ് ഈ പടം യഥാർത്ഥത്തിൽ. SDPI UDF ബന്ധം ഇന്ത്യൻ സൈന്യത്തിൽ ഉൾപ്പെടെ സംഘപരിവാർ അവരുടെ അജണ്ട നടപ്പാക്കുകയാണ്. ഇത് രാജ്യസുരക്ഷയെ ഗൗരവമായി ബാധിക്കും. കോൺഗ്രസ് പ്രകടന പത്രികയിൽ CIA പറ്റി ഒരക്ഷരം പറയുന്നില്ലെന്നും കേരളത്തിൽ 20 സീറ്റിലും LDF വിജയം ഉറപ്പാക്കുമെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. വളരെ പ്രധാനമായിട്ടും ചർച്ച ചെയ്തുകൊണ്ടിരുന്ന വളരെ കാര്യമായിട്ടൊരു കാര്യം നമുക്കെല്ലാം അറിയുന്നത് പോലെ SDPIയുടെ UDFുമായിട്ട് ബന്ധപ്പെട്ട ബന്ധമാണ്. ഇന്നലെ വളരെ മയമായി യാതൊരു തരത്തിലുള്ള മൂർച്ചയുമില്ലാതെ കൃത്യത വരുത്താതെ പ്രതിപക്ഷ നേതാവും KPCC ആക്ടിംഗ് പ്രസിഡന്റ് എന്ന് പറയുന്ന MM വാസനും ചേർന്ന് ഒരു പത്രസമ്മേളന പ്രവർത്തനം നടത്തി. എന്നിട്ട് SDPIയുമായി ഞങ്ങൾ കൂട്ടുകൂടുന്നില്ല എന്ന് പറയുകയും അടുത്ത ശ്വാസത്തിൽ എല്ലാവരുടെയും വോട്ട് ഞങ്ങൾക്ക് വേണം എന്ന് അഭ്യർത്ഥിക്കുകയും ചെയ്യുന്ന നില ഈ കേരളം മുഴുവൻ കണ്ടു. കോൺഗ്രസിൻ്റെ പരാജയത്തിൻ്റെ അളവ് കുറക്കാനാണ് തീവ്രവാദ ശക്തികളുമായിട്ട് ഐക്യമുണ്ടാക്കുന്നത് എന്ന് ഞങ്ങൾ ഇന്നലെ തന്നെ പറഞ്ഞതാണ്. UDF പുന്നയൂർ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനം മുസ്ലിം ലീഗ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് CH റഷീദ് നിർവഹിച്ചു. മുഖ്യമന്ത്രിയുടെയും കുടുംബത്തിന്റെയും അപകടകരമായ ചുറ്റുപാടിൽ നിന്ന് രക്ഷ ലഭിക്കാൻ BJPയെ ഇടതുപക്ഷം സുഖിപ്പിക്കുന്ന സാഹചര്യമാണെന്ന് CH റഷീദ് ആരോപിച്ചു. വെള്ളിയാഴ്ച രാവിലെ 11 മണിക്ക് അകലാട് ബദർ പള്ളി പരിസരത്ത് നടത്തിയ ചടങ്ങിൽ UDF പഞ്ചായത്ത് ചെയർമാൻ കുഞ്ഞു മുഹമ്മദ് അധ്യക്ഷത വഹിച്ചു. O. അബ്ദുൾ റഹ്മാൻകുട്ടി മുഖ്യപ്രഭാഷണം നടത്തി. MV ഷക്കീർ, ഉമ്മർ മുക്കണ്ടത്ത്, C. അഷ്റഫ്, CV സുരേന്ദ്രൻ, PK ഹസൻ, K. കമറുദ്ദീൻ, C. മുഹമ്മദ് അലി, MS അജിതൻ, ഉസ്മാൻ എടയൂർ, സുബൈദ പാലക്കൽ, TA ആയിഷ തുടങ്ങിയവർ പങ്കെടുത്തു. BJPയെ അല്ലെങ്കിൽ നരേന്ദ്രമോദിയെ ഒരു അലോസരം ഉണ്ടാക്കുക, അദ്ദേഹത്തെ സുഖിപ്പിക്കുക എന്നുള്ള, അദ്ദേഹത്തെ സുഖിപ്പിച്ചുകൊണ്ട് തൻ്റെയും തൻ്റെ കുടുംബത്തിൻ്റെയും ഒക്കെ അപകടകരമായ ഒരു ചുറ്റുപാടിൽ നിന്ന് അവരെ സംരക്ഷിക്കുക, അത്രയേ ഉള്ളൂ. വളരെ ലളിതമാണ്. അതിനുവേണ്ടിയാണ് പിണറായി വിജയനായാലും മാർക്സിസ്റ്റ് പാർട്ടി ആയാലും ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ലാതെ ഇന്ത്യ രാജ്യത്ത് മതേതര ഗവൺമെന്റ് ഉണ്ടാവണം, BJPയെ താഴെ ഇറക്കണം എന്ന ഒരു ലക്ഷ്യവും പിണറായി വിജയനും തന്റെ സന്തത സഹചാരികൾക്കും ഇല്ല. ചാവക്കാട് തിരുവത്രയിൽ BJP കുടുംബസംഗമം സുരേഷ് ഗോപി ഉദ്ഘാടനം ചെയ്തു. BJP ചാവക്കാട് പടിഞ്ഞാറൻ മേഖലാ പ്രസിഡന്റ് ഷൈൻ മടേക്കടവ് അധ്യക്ഷത വഹിച്ചു. തേർലി നാരായണൻ, യശോധരൻ, ഷിജി സന്തോഷ്, പ്രേമ സുരേന്ദ്രൻ എന്നിവർ ചേർന്ന് ദീപം തെളിയിച്ചു. മുൻ ദേശീയ വനിതാ കമ്മീഷൻ അംഗം ഡോക്ടർ പ്രമീള ദേവി മുഖ്യപ്രഭാഷണം നടത്തി. ഗിരിജ ആനന്ദൻ, കാഞ്ഞിർപ്പറമ്പിൽ രാധാകൃഷ്ണൻ, സുനിൽകുമാർ വെങ്കളത്ത്, KR സുകുമാരൻ എന്നിവർ ചേർന്ന് സുരേഷ് ഗോപിയെ പൊന്നാടയണിയിച്ച് സ്വീകരിച്ചു. BJP ജില്ലാ ട്രഷറർ KR അനിൽ മാസ്റ്റർ, സുമേഷ് തേർലി എന്നിവർ നേതൃത്വം നൽകി. കുടുംബസംഗമത്തിന് ശേഷം ലഘുഭക്ഷണ വിതരണവും ഉണ്ടായിരുന്നു. മറ്റു വാർത്തകളിലേക്ക്. ഒരു മാസക്കാലത്തെ വ്രതാനുഷ്ഠാനത്തിന് ശേഷം വിശുദ്ധ മാസത്തോട് വിട പറയാൻ ഒരുങ്ങുകയാണ് മുസ്ലിം സമൂഹം. ഇനി പെരുന്നാളിനായുള്ള കാത്തിരിപ്പാണ്. നരകമോചനത്തിനായി ദൈവത്തോട് മനമൊരുക്കി പ്രാർത്ഥിക്കുന്ന അവസാന പത്തിൽ ഓരോ നിമിഷവും വിശ്വാസികൾക്ക് വിലപ്പെട്ടതാണ്. വിശേഷപ്പെട്ട രാത്രിയായ ലൈലത്തുൽ ഖദ്റായി കരുതുന്ന 27-ാം രാവ് നാളെയാണ്. പുണ്യ റമദാനിലെ അവസാന വെള്ളിയാഴ്ചയായ ഇന്ന് പള്ളികളിൽ വിശ്വാസികളുടെ വലിയ തിരക്കാണ് അനുഭവപ്പെട്ടത്. റമദാന് വിട പറഞ്ഞുകൊണ്ടാണ് ഖത്തീബുമാർ ഖുതുബ നിർവഹിച്ചത്. വ്രതശുദ്ധിയിലൂടെ നേടിയെടുത്ത ആത്മനിയന്ത്രണവും വിശ്വാസദൃഢതയും കൈവിടാതെ സൂക്ഷിക്കണമെന്ന് ഖത്തീബുമാർ ഉണർത്തി. നമസ്കാരത്തിനും ഖുതുബക്കും പുറമെ പ്രത്യേക പ്രാർത്ഥനകളും നടന്നു. കുന്നംകുളം ടൗൺ സുന്നി ജുമാ മസ്ജിദിൽ ഖത്തീബ് നിസാർ അലി വാഫി നമസ്കാരത്തിന് നേതൃത്വം നൽകി. നോമ്പ് അവസാനിക്കുന്നതോടെ ചെറിയ പെരുന്നാളിനെ വരവേൽക്കാനുള്ള ഒരുക്കത്തിലേക്ക് കടക്കുകയാണ് വിശ്വാസികൾ. പെരുന്നാൾ വിപണിയും സജീവമായിട്ടുണ്ട്. ചൊവ്വാഴ്ച ശവ്വാൽ മാസപ്പിറ കണ്ടാൽ ബുധനാഴ്ചയോ അല്ലെങ്കിൽ നോമ്പ് 30 പൂർത്തിയാക്കി വ്യാഴാഴ്ചയോ ആയിരിക്കും ചെറിയ പെരുന്നാൾ. ന്യൂസ് ഡെസ്ക് CCTV. വിശുദ്ധ റമസാനിലെ അവസാന വെള്ളിയാഴ്ചയിലെ ജുമുഅ നമസ്കാരത്തിന് പള്ളികളിൽ വൻ തിരക്ക്. നമസ്കാരത്തിന് 1 മണിക്കൂർ മുൻപ് തന്നെ വിശ്വാസികളാൽ പള്ളികൾ നിറഞ്ഞു കവിഞ്ഞു. കനത്ത ചൂടിനെ വകവയ്ക്കാതെയാണ് വിശ്വാസ തീഷ്ണതയിൽ ഓരോ വിശ്വാസിയും പള്ളിയിലെത്തിയത്. നമസ്കരിക്കുവാനുള്ള സൊഫ് അഥവാ വരി പലയിടത്തും പള്ളിക്ക് പുറത്തേക്ക് നീണ്ടു. വളരെ വികാരനിർഭരമായാണ് ഖത്തീബുമാർ വിശുദ്ധ റംസാനോട് വിട ചൊല്ലിയത്. മണത്തല ജുമാഅത്ത് പള്ളി, പുത്തൻ കടപ്പുറം, തിരുവത്ര, എടക്കഴിയൂർ, പുന്ന, പുതിയറ, ചാവക്കാട് ടൗൺ പള്ളി, മുതുവട്ടൂർ പള്ളി, അഞ്ചങ്ങാടി ഉപ്പാപ്പ പള്ളി, കാട്ടിൽ സിദ്ദിഖ് പള്ളി എന്നിവിടങ്ങളിലെല്ലാം ജുമുഅ നമസ്കാരത്തിന്
വലിയ തിരക്കുണ്ടായിരുന്നു. നിസ്കാരത്തിന് ശേഷം ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും ഖബറിടങ്ങളിൽ വിശ്വാസികൾ പ്രാർത്ഥന നടത്തി. പ്രസിദ്ധമായ മറ്റം നിത്യസഹായ മാതാവിന്റെ തീർത്ഥകേന്ദ്രത്തിലെ തിരുനാളിന് കൊടിയേറി. ഏപ്രിൽ 12 മുതൽ 16 വരെയുള്ള തീയതികളിലായി ആഘോഷിക്കുന്ന മറ്റം നിത്യസഹായ മാതാവിന്റെ തീർത്ഥകേന്ദ്രത്തിലെ 86ാം തിരുനാൾ ആഘോഷത്തിന് തുടക്കം കുറിച്ചാണ് കൊടിയേറ്റം നടന്നത്. മറ്റം സെന്റ് തോമസ് ഇടവക ദേവാലയത്തിൽ നിന്ന് തീർത്ഥകേന്ദ്രത്തിലേക്ക് ബാൻഡുവാദ്യത്തിന്റെ അകമ്പടിയോടെ നൂറുകണക്കിന് വിശ്വാസികൾ അണിനിരന്ന വിളംബര ഘോഷയാത്രയോടെയാണ് കൊടി തീർത്ഥകേന്ദ്രത്തിലെത്തിച്ചത്. തുടർന്ന് വെഞ്ചിരിപ്പ് കർമ്മത്തിന് ശേഷം വികാരി ഫാദർ ഷാജു ഊക്കൻ തിരുനാളിന്റെ കൊടിയേറ്റം നിർവഹിച്ചു. കൊടിയേറ്റം മുതൽ തിരുനാൾ വരെയുള്ള ദിവസങ്ങളിൽ രാവിലെ 5 മണിക്കും വൈകിട്ട് 5 മണിക്കും നവനാൾ തിരുകർമ്മങ്ങൾ നടക്കും. 12 വൈകിട്ട് 5 പ്രസിദ്ധേന്തി വാഴ്ച, ദിവ്യബലി എന്നീ തിരുകർമ്മങ്ങൾക്ക് രാമനാഥപുരം രൂപതാ മെത്രാൻ മാർ പോൾ ആലപ്പാട്ട് മുഖ്യ കാർമ്മികത്വം വഹിക്കും. 13 രാവിലെ 5:45 ഇടവക ദേവാലയത്തിൽ നിന്ന് തീർത്ഥകേന്ദ്രത്തിലേക്ക് തിരിപ്രദക്ഷിണം നടക്കും. വൈകിട്ട് 5 അതിരൂപത വികാരി ജനറൽ മോൺസിഞ്ഞോർ ജോസ് കോനിക്കര കിരീട സമർപ്പണം, ദിവ്യബലി എന്നീ തിരുകർമ്മങ്ങൾക്ക് കാർമ്മികത്വം നൽകും. ദിവ്യബലിക്ക് ശേഷം പ്രദക്ഷിണവും തിരുനാൾ നേർച്ച ഊട്ടിന്റെ ആശീർവാദവും, രാത്രി 10:30 കുടുംബ കൂട്ടായ്മകളിൽ നിന്നുള്ള കിരീടം എഴുന്നള്ളിപ്പുകളുടെ സമാപനവും, തേര് മത്സരം, ബാൻഡ് മത്സരം എന്നിവ അരങ്ങേറും. തിരുനാൾ ദിനമായ 14 രാവിലെ 5:30 7 8:30 ദിവ്യബലിയും 10 മണിക്ക് ആഘോഷമായി തിരുനാൾ കുർബാനയും നടക്കും. ലൂർദ് കത്തീഡ്രൽ സഹവികാരി ഫാദർ അനു ചാലിൽ മുഖ്യ കാർമ്മികനാകും. ഫാദർ ഡോക്ടർ അലക്സ് മറൂട്ടിക്കൽ തിരുനാൾ സന്ദേശം നൽകും. വൈകിട്ട് 4 തീർത്ഥകേന്ദ്രത്തിലും 6 മണിക്ക് തീർത്ഥകേന്ദ്രത്തിലും ദിവ്യബലി നടക്കും. ദിവ്യബലിക്ക് ശേഷം ഇടവക ദേവാലയത്തിൽ നിന്ന് തീർത്ഥകേന്ദ്രത്തിലേക്ക് ആഘോഷമായ കിരീടം എഴുന്നള്ളിപ്പുണ്ടാകും. രാത്രി 9 മണിയോടെ തീർത്ഥകേന്ദ്രത്തിലെത്തി കിരീടം എഴുന്നള്ളിപ്പ് സമാപിച്ച ശേഷം വർണ്ണമഴയും മെഗാ ബാൻഡ് മേളവും അരങ്ങേറും. വികാരി ഫാദർ ഷാജു ഊക്കൻ, സഹവികാരി ഫാദർ ജോയൽ ചിറമൽ, കൈക്കാരന്മാരായ KL ജോൺസൺ, PA വർഗീസ്, KF സൈമൺ, KR ജിൻസൺ, ജനറൽ കൺവീനർ CT ഫ്രാൻസിസ്, ജോയിന്റ് കൺവീനർ MV ആന്റണി, വിവിധ കമ്മിറ്റി കൺവീനർ തുടങ്ങിയവർ തിരുനാൾ ആഘോഷത്തിന് നേതൃത്വം നൽകും. CCTV ന്യൂസ്, കേച്ചേരി. അന്തരിച്ച ഗുരുവായൂരിലെ മാധ്യമപ്രവർത്തകരിലെ കാരണവർ ജനു ഗുരുവായൂരിനെ നാടിന്റെ യാത്രാമൊഴി. മാതൃഭൂമി ഗുരുവായൂരിലെ ലേഖകനായിരുന്ന K ജനാർദ്ദനൻ എന്ന ജനു ഗുരുവായൂർ വ്യാഴാഴ്ച പുലർച്ചെയാണ് നിര്യാതനായത്. വെള്ളിയാഴ്ച രാവിലെ 10 മണിയോടെ ചാട്ടുകുളം ചിറ്റഞ്ഞൂരിലെ വീട്ടുവളപ്പിലാണ് സംസ്കാര ചടങ്ങുകൾ നടന്നത്. സൗമ്യത കൊണ്ട് വലിയ സുഹൃത്ത് ബന്ധം കെട്ടിപ്പടുത്ത ജനു ഗുരുവായൂരിനെ അവസാനമായി ഒരു നോക്ക് കാണാനും അന്തിമോപചാരം അർപ്പിക്കാനുമായി രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക രംഗത്തെ നിരവധി പേരാണ് എത്തിയിരുന്നത്. ഗുരുവായൂർ ദേവസ്വം ചെയർമാൻ ഡോക്ടർ VK വിജയൻ, പത്മശ്രീ പെരുവനം കുട്ടന്മാരാർ, പത്മശ്രീ മട്ടന്നൂർ ശങ്കരൻകുട്ടി, ഗുരുവായൂർ നഗരസഭാ ചെയർമാൻ കൃഷ്ണദാസ് തുടങ്ങിയവർ പുഷ്പചക്രം സമർപ്പിച്ചു. ഒരു കാലത്തും അദ്ദേഹത്തിന് മറക്കില്ല. അത്രയും നല്ല ഒരു പെരുമാറ്റവും അദ്ദേഹത്തിൻ്റെ സ്നേഹവും അവരൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ട്. അങ്ങനെ നമ്മളൊരു കുടുംബത്തിലെ അംഗത്തെ പോലെയാണ് ഞാൻ അദ്ദേഹത്തെ കാണുന്നത്. അത് എന്നെ പേഴ്സണലായിട്ടും മാധവിയെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു നഷ്ടമാണ്. ഒരാളെ കിട്ടാൻ വളരെ അങ്ങനെയുള്ള ഒരാളെ കിട്ടാൻ വളരെ പ്രയാസമാണ്. എൻ്റെ സൗഹൃദത്തിലെ പ്രധാന കണ്ണി ജനു ഗുരുവായൂർ ആയിരുന്നു എന്നെ പരിചയപ്പെടുത്താൻ. അതുപോലെ തന്നെ ക്ഷേത്രത്തിലെ കാര്യങ്ങളായാലും നിത്യനിദാന ചടങ്ങുകളടക്കം പലർക്കും അറിയാത്ത കാര്യങ്ങൾ പോലും വാർത്തയായി ഗുരുവായൂരപ്പൻ്റെ എല്ലാ കാര്യങ്ങളും, കണ്ണൻ്റെ ലീലാവിലാസം മുഴുവൻ ജനങ്ങളെ അറിയിച്ച ആളാണ് ജനു. ഞാൻ മുനിസിപ്പൽ ചെയർപേഴ്സണായിട്ട് ആദ്യം സത്യപ്രതിജ്ഞ കഴിഞ്ഞ് വരുന്ന സമയത്ത് മാധ്യമപ്രവർത്തകരെ ഒരു കൂടിക്കാഴ്ച വെച്ചിരുന്നു. അതിൽ ജനേട്ടൻ പറഞ്ഞൊരു വാക്കാണ്, ഗുരുവായൂരിനെ കുറിച്ചറിയണം, ഗുരുവായൂരിൻ്റെ ആളായി മാറണം, ഗുരുവായൂർ ക്ഷേത്ര നഗരിയുടെ മാതാവായിട്ടുള്ള തിരിച്ചറിവുണ്ടാവണം. ഞാനും ജനുവുമായിട്ടുള്ള ബന്ധം ഏകദേശം 45 വർഷം മുമ്പേ തുടങ്ങിയതാണ്. അതിന് പ്രധാന കാരണം കണ്ണൂർ ജില്ലയിലുള്ള തെരക്കൽ കടകായി ശ്രീകൃഷ്ണ ക്ഷേത്രത്തിന് മുന്നിൽ നായർ ഹോട്ടൽ എന്ന പേരിലൊരു സ്ഥാപനം, അത് നടത്തിയിരുന്നത് ജനുവിൻ്റെ അച്ഛനും അമ്മയായിരുന്നു. അന്ന് മുതൽ അവിടെ ഉത്സവവാദ്യങ്ങൾക്കായാലും മറ്റ് വിശേഷവാദ്യങ്ങൾക്കായാലും പോയി പങ്കെടുക്കുന്ന ഒരു കലാകാരൻ കൂടിയാണ് ഞാൻ. അന്ന് തുടങ്ങിയ ബന്ധം, ഒരുപക്ഷേ കോമത്ത് അമ്മണിയമ്മയുടെ ഭക്ഷണം ജനു കഴിക്കുന്നതിനേക്കാളും ഞാൻ കഴിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അതൊരു ഒട്ടും അതിശയോക്തിയാവില്ല. ആ ബന്ധങ്ങൾ ഞങ്ങൾ കഴിഞ്ഞ
2 മാസം മുമ്പേ ജനുവിനൊരു സ്വീകരണം ഗുരുവായൂരിൽ വെച്ച് കൊടുക്കുമ്പോഴും കൂടി ഞങ്ങളത് അയവിറക്കി. ഏതായാലും ഗുരുവായൂരപ്പൻ അദ്ദേഹത്തെ ഭൂമിയിൽ യാതൊരു വിഷമവുമില്ലാതെ അവസ്ഥയിൽ തന്നെ തിരിച്ച് തൻ്റെ അടുത്തേക്ക് വിളിച്ചു കഴിഞ്ഞു. ഗിസ്റ്റോയ്ക്ക് സ്മരണാഞ്ജലി അർപ്പിച്ച് 2ാം ഓർമ്മ ദിനാചരണം. CCTVയുടെ സീനിയർ ക്യാമറാമാനായിരുന്ന അകാലത്തിൽ വിട പറഞ്ഞ ഗിസ്റ്റോയുടെ 2ാം ഓർമ്മ ദിനാചരണം സൗഹൃദ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ചൊവ്വന്നൂർ കരുണാലയത്തിൽ നടന്നു. കരുണാലയം ആശ്വാസഭവനിലെ അന്തേവാസികളുടെ പ്രാർത്ഥനയോടെയാണ് ചടങ്ങിന് തുടക്കമായത്. മട്ടാഞ്ചേരി കൂനൻ കുരിശ് തീർത്ഥാടന കേന്ദ്രത്തിലെ മാനേജറും സെമിനാരിയിലെ അധ്യാപകനുമായ ബെന്യാമിൻ തോമസ് റമ്പാൻ മുഖ്യാതിഥിയായി. ഗിസ്റ്റോ ഓർമ്മയായെന്ന് നാം വിശ്വസിക്കുമ്പോഴും അവനെ സ്നേഹിക്കുന്നവരുടെ കാരുണ്യ പ്രവർത്തനങ്ങളിലൂടെ അവൻ ജീവിക്കുന്നുവെന്ന് ബെന്യാമിൻ തോമസ് റമ്പാൻ പറഞ്ഞു. ചാലക്കലുകാരാണെന്ന് പറഞ്ഞപ്പോൾ ഞാനങ്ങ് പോകാൻ തുടങ്ങിയതാണ്. പക്ഷേ സിസ്റ്റർ വീണ്ടും പറഞ്ഞു ഒരാളിൻ്റെ ഓർമ്മയാണെന്ന് പറഞ്ഞു. അതിനു വേണ്ടിയിട്ട് അവരിന്ന് ഇവിടെ വരികയാണെന്ന് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ അല്പസമയം കൂടെ ഇവിടെ വെയിറ്റ് ചെയ്യാൻ നിന്നത്. കാരണം ഇവർ ബഹുമാനപ്പെട്ട ഡയറക്ടർ ജോസ് അവർകൾ അദ്ദേഹം പറഞ്ഞ വാക്കുകളും ഇവിടെ കണ്ടതായ ദൃശ്യങ്ങളും എല്ലാം മനസ്സിനെ ഏറെ അലിയിപ്പിക്കുന്നതായ ഒരു കാഴ്ചയും കേൾവിയുമായിരുന്നു. ഒരു മനുഷ്യൻ ജീവിച്ച് കൊതി തീരുന്നതിന് മുമ്പ് ഈ ഭൗമിക ലോകത്തു നിന്ന് യാത്രയാവുക അതേറെ ദുഃഖകരമായ ഒരു അനുഭവം. സൗഹൃദ കൂട്ടായ്മയിലെ അംഗവും സിനിമാ സംവിധായകനുമായ സാജൻ ബ്രഹ്മകുളത്തിന്റെ സംവിധാനത്തിൽ മനോരമ ന്യൂസ് ചാനൽ കോർഡിനേറ്റിംഗ് എഡിറ്റർ CG അനൂപ് രചനയും ജൂനിയർ AR റഹ്മാൻ എന്നറിയപ്പെടുന്ന നിഖിൽ പ്രഭ ആലാപനവും സംഗീതവും നിർവഹിച്ച ഓർമ്മ പുഷ്പങ്ങൾ എന്ന മ്യൂസിക്കൽ ആൽബത്തിന്റെ പ്രകാശനം ചടങ്ങിൽ നടന്നു. ഒരു നാളുമണയാതെ ഓർമ്മ തന്നാളമാ എങ്ങു പോയകലെ ഒരു വാക്കും മിണ്ടാതെ കാലമീ യാത്രയിൽ ചേർത്തൊരു സൗഹൃദം പാതി വഴി തീരും മുന്നേ വീണുടഞ്ഞുവോ. എത്ര നാൾ നമ്മളീ നമ്മളാ കൂട്ടുമായി കൂടെയായി കാത്തൊരു സൗഹൃദം. കുന്നംകുളം നഗരസഭ മുൻ ചെയർമാൻ PG ജയപ്രകാശ് പ്രകാശനം നിർവഹിച്ചു. നഗരസഭാ കൌൺസിലർ ലബീബ് ഹസൻ, സിനിമാ സംവിധായകൻ പ്രകാശ് കുഞ്ഞൻ, CCTV ചാനൽ ആൻഡ് പ്രോഗ്രാം ഡയറക്ടർ KC ജോസ്, CCTV ജനറൽ മാനേജർ സിൻഡോ ജോസ് തുടങ്ങിയവർ സംസാരിച്ചു. കരുണാലയത്തിന്റെ പ്രവർത്തന ഫണ്ടിലേക്ക് നൽകുന്ന തുക സൗഹൃദ കൂട്ടായ്മ അംഗങ്ങൾ ചേർന്ന് സിസ്റ്റർ എലിഷിഭ, സിസ്റ്റർ യൂലിറ്റി എന്നിവർ ചേർന്ന് ഏറ്റുവാങ്ങി. ജോസ് മാളിയേക്കൽ സ്വാഗതവും PS ടോണി നന്ദിയും പറഞ്ഞു. രമ്യ സനിൽ ആമുഖ പ്രഭാഷണം നടത്തി. കരുണാലയത്തിലെ അന്തേവാസികളുടെയും സൗഹൃദ കൂട്ടായ്മയിലെ അംഗങ്ങളുടെയും കലാവിരുന്നും ഉണ്ടായി. സ്നേഹവിരുന്നും ഒരുക്കിയിരുന്നു. ന്യൂസ് ഡെസ്ക് CCTV. ഒറ്റപ്പിലാവ് കോതച്ചിറ റോഡിൽ പ്രവർത്തിക്കുന്ന പന്നി ഫാമിലെ മാലിന്യം പൊതുസ്ഥലത്തേക്ക് ഒഴുക്കിവിടുന്നത് തടയണമെന്നാവശ്യപ്പെട്ട് പ്രദേശവാസികൾ കുന്നംകുളം പോലീസിൽ പരാതി നൽകി. മാലിന്യം മൂലം പരിസരത്ത് ദുർഗന്ധവും കിണറുകളിൽ അഴുക്കുജലവും നിറയുന്നു എന്നാണ് ആരോപണം. മാലിന്യം കൊണ്ട് പൊറുതിമുട്ടിയ നാട്ടുകാർ പഞ്ചായത്തിനും ആരോഗ്യ വിഭാഗത്തിനും പരാതി നൽകിയിരുന്നു. തുടർന്ന് കഴിഞ്ഞ ആഴ്ച പഞ്ചായത്ത് സെക്രട്ടറിയും ഹെൽത്ത് ഇൻസ്പെക്ടറും അടങ്ങിയ സംഘം ഫാമും പരിസരവും സന്ദർശിക്കുകയും ഫാം ഉടമയെയും പരാതിക്കാരെയും പഞ്ചായത്തിലേക്ക് വിളിപ്പിക്കുകയും ചെയ്തു. പഞ്ചായത്ത് ഓഫീസിൽ നടത്തിയ ചർച്ചയിൽ മാലിന്യം പൊതുസ്ഥലത്തേക്ക് ഒഴുക്കുകയില്ലെന്നും ഫാം ഉടമ ഉറപ്പു നൽകുകയും അത് പഞ്ചായത്ത് രജിസ്റ്ററിൽ രേഖപ്പെടുത്തുകയും ചെയ്തു. എന്നാൽ നിർദ്ദേശങ്ങൾ ലംഘിച്ച് മാലിന്യം വീണ്ടും റോഡിലേക്ക് ഒഴുക്കിയെന്ന് നാട്ടുകാർ പറഞ്ഞു. കഴിഞ്ഞ ദിവസവും മാലിന്യം ഒഴുക്കിയിരുന്നു. തുടർന്നാണ് പോലീസിൽ പരാതി നൽകിയത്. നല്ല വെള്ളമായിരുന്നു, നന്നായി കുടിക്കാനൊക്കെ പറ്റിയിരുന്ന വെള്ളമായിരുന്നു. പക്ഷെ ഇപ്പോൾ കുടിവെള്ളത്തിൽ കുടിക്കാൻ പറ്റാത്ത പോലെ പുളിയും, അതുപോലെ തന്നെ ഞങ്ങൾ ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ ഈ കോളിയുടെയും കോളിഫോം ബാക്ടീരിയയുടെ അളവ് വല്ലാണ്ട് കൂടി കണ്ടു. അതിന് നല്ല വെള്ളമായിരുന്നു. ഇത്രയും കാലം നമ്മുടെ വെള്ളത്തിന് ഒരു പ്രശ്നം, ഈ ഫാം വന്നതിന് ശേഷമാണ് നമ്മുടെ വെള്ളത്തിന് ടേസ്റ്റ്. നമ്മൾ മാത്രമല്ല പറയുന്നത്, പുറമേക്കാർ വന്ന് വെള്ളം കൊടുക്കുമ്പോഴും അവർക്ക് നമ്മുടെ വെള്ളത്തിന് ടേസ്റ്റ് വ്യത്യാസമുണ്ട്. ഇതിപ്പോൾ കൊല്ലങ്ങളോളം തുടങ്ങിയിട്ട് ഇത് അവസാനിപ്പിക്കുന്ന ലക്ഷണമില്ല. അയാൾ
എന്താ ചെയ്യാ, നാളെ ചെയ്യും, മറ്റന്നാൾ ചെയ്യും. പോലീസ് പറഞ്ഞ് ഇനി കാണിച്ചു കഴിഞ്ഞാൽ തക്ക നടപടി എടുക്കുന്നു പറഞ്ഞിട്ടുണ്ട് പോലീസ്. അവിടെ നിന്ന് ഒഴുകുന്ന വെള്ളം താഴേക്ക് വന്നിട്ടാണ് നമ്മുടെ കിണറ്റിലേക്ക് ഒഴുകിയിരിക്കുന്നത്. മഴക്കാലം വന്ന വെള്ളം തീരെ ഉപയോഗിക്കാം. ഇപ്പൊ വേനൽക്കാലം ആയതുകൊണ്ട് കുറച്ചൊരു വ്യത്യാസമുണ്ട്, എന്നാലും പുളിയാണ് വെള്ളത്തിന്. ഈ പരിപാടി എന്താ വെച്ചാൽ ഈ കച്ചറൊക്കെ സ്റ്റോർ ചെയ്തിട്ട് അവിടെ ഒരു ടാങ്ക് ഉണ്ട്, അതിൽ നിന്ന് അടിച്ചിട്ട് ഈ കൃഷിക്ക് അടിക്കുക. അപ്പം മണത്തിട്ട് ഈ പ്രദേശത്ത് കൂടെ പോകാൻ പറ്റില്ല. വേലൂർ ഗ്രാമകം നാടകോത്സവ വേദിയിൽ കാണികളെ സ്വാഗതം ചെയ്യാൻ ശില്പങ്ങൾ ഒരുങ്ങി. നാടക പ്രവർത്തകരും ചിത്രകാരന്മാരും ശില്പികളും ഒന്നായി ചേരുന്ന ഗ്രാമകം നാടകോത്സവം വേലൂരിന്റെ തനത് സ്വഭാവങ്ങളിൽ ഒന്നാണ്. നാടകരംഗവും ശില്പകലയും രണ്ടല്ല ഒന്നാണിവിടെ. വേലൂരിൽ ഇവ രണ്ടും പണ്ടുകാലം മുതൽ പരസ്പരം ചേർന്നു പോയിരുന്നു. നാടക പ്രവർത്തകരിൽ ഭൂരിഭാഗം പേരും ശില്പകലയിലും കഴിവ് തെളിയിച്ചവരായിരുന്നു. അതുകൊണ്ട് തന്നെ ശില്പങ്ങൾ നാടകമായി മാറുന്ന കാഴ്ചയും ഇവിടെ അന്യമല്ല. ശില്പകലയും ചിത്രകലയും നാടകവും ഒത്തുചേർന്നപ്പോൾ വേലൂർക്കാർക്ക് പുതിയൊരു അനുഭവമാണ് സമ്മാനിക്കുന്നത്. ആ സംസ്കാരം പിൻപറ്റിയ ഗ്രാമകം നാടകോത്സവത്തിൽ ശില്പങ്ങൾ ഇക്കാലമത്രയും കാണികൾക്ക് കലകളുടെ സമന്വയം തീർത്ത കാഴ്ചയാണ് നൽകിയത്. ഇത്തവണയും വേലൂരിലെ ശില്പികളായ ജയൻ പാത്രമംഗലം, ശശി അത്താണിക്കൽ, സുർജിത് കൃഷ്ണ, പ്രവീൺ കുമാർ, ജോത്സൺ വേലൂർ, കെ മോഹനൻ തുടങ്ങിയവരുടെ ശില്പങ്ങളാണ് തയ്യാറാക്കിയിട്ടുള്ളത്. നാടകങ്ങളുടെ ഹൃദയത്തുടിപ്പുകളായ നാടകക്കളരിയെ അനുസ്മരിപ്പിക്കുന്ന അഭിനയ പരിശീലന കളരിക്ക് വേലൂരിൽ തുടക്കമായി. വേലൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പുല്ലാങ്കുഴൽ വിദഗ്ധൻ രഘുനാഥൻ സാവത്രി പരിശീലന കളരി ഉദ്ഘാടനം ചെയ്തു. നാടകത്തെ അടുത്തറിയുന്ന, സ്നേഹിക്കുന്ന ഒരു തലമുറയെ വാർത്തെടുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് വേലൂർ ഗ്രാമകം നാടകോത്സവത്തിനോടനുബന്ധിച്ച് 7ാം വർഷവും പരിശീലന കളരി സംഘടിപ്പിക്കുന്നത്. ജില്ലയിലെ നാടകരംഗവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന നിരവധി ആളുകളാണ് ഇതിനു പിന്നിൽ പ്രയത്നിക്കുന്നത്. പുതിയ കഥാകൃത്തുക്കളെയും നടീനടന്മാരെയും വാർത്തെടുക്കുക എന്ന ഉദ്ദേശത്തിൽ നടക്കുന്ന പരിശീലന കളരിയിൽ വേലൂരിലെയും പരിസര പ്രദേശങ്ങളിലെയും കുട്ടികളാണ് പങ്കെടുക്കുന്നത്. 10 മുതൽ 16 വയസ്സ് വരെയുള്ള കുട്ടികൾക്കാണ് പ്രവേശനം. 5 ദിവസം നീണ്ടു നിൽക്കുന്ന കളരിയിൽ നിരവധി പ്രമുഖർ ക്ലാസുകൾ നയിക്കും. ആടിയും പാടിയും അഭിനയിച്ചും നാടകത്തെ മനസ്സിലാക്കുന്നതിന് കുട്ടികൾക്ക് കളരിയിലൂടെ സാധിക്കും. വേലൂരിലെ നാടകപ്രേമികളുടെ കൂട്ടായ്മയാണ് നാടകോത്സവത്തിനൊപ്പം അഭിനയ പരിശീലന കളരി എന്ന പദ്ധതിക്ക് രൂപം നൽകിയത്. വേലൂർ ഗവൺമെന്റ് രാജ സർ രാമവർമ്മ ഹയർ സെക്കൻഡറി സ്കൂളിൽ 9-ാം തീയതി വരെയാണ് കളരി നടക്കുന്നത്. നാടകാഭിനയ കളരി ചെയർപേഴ്സൺ PC പങ്കജം ടീച്ചർ അധ്യക്ഷത വഹിച്ച പരിപാടിയിൽ വേലൂർ ഗ്രാമപഞ്ചായത്ത് മെമ്പർ CD സൈമൺ, സംഘാടക സമിതി അംഗം തിലോത്തമ്മ ടീച്ചർ, പരിശീലന കളരി വൈസ് ചെയർപേഴ്സൺ അഖില ടീച്ചർ എന്നിവർ സംസാരിച്ചു. അഭിഷേക് രംഗപ്രതാപ്, ശ്രീഹരി S, വൈശാഖ് കൃഷ്ണ എന്നിവരാണ് ക്യാമ്പ് നയിക്കുന്നത്. CCTV ന്യൂസ് വേലൂർ. ഞമ്മനങ്ങാട് തിയേറ്റർ വില്ലേജും കോട്ടപ്പടി ഗ്രാമീണ വായനശാലയും സംയുക്തമായി സംഘടിപ്പിച്ച ദ്വിദിന അഭിനയ പരിശീലന കളരി ശ്രദ്ധേയമായി. പ്രശസ്ത നാടക സംവിധായകൻ പ്രോബീർ ഗുഹയുടെ നേതൃത്വത്തിലായിരുന്നു പരിശീലനം. അഭിനയത്തിന്റെ വിവിധ വശങ്ങളെക്കുറിച്ച് സമഗ്രമായി പ്രോബീർ ഗുഹ വിശദീകരിച്ചു. പൊതുവെ നാടകങ്ങൾക്കും മറ്റും സ്വീകാര്യത കുറയുന്ന കാലത്ത് ജനകീയ കൂട്ടായ്മകൾ വഴി ഗ്രാമീണ നന്മയുടെ സന്ദേശം പകർന്ന നാടക വസന്തങ്ങൾക്ക് മിഴിതുറക്കാനുള്ള ശ്രമങ്ങൾ പ്രോത്സാഹനജനകമാണെന്ന് അദ്ദേഹം പറഞ്ഞു. സ്മാർട്ട് ഫോണിന്റെയും ഓൺലൈൻ ഗെയിമുകളുടെയും പുറകെ പോകാതെ കുട്ടികളെ ഇത്തരത്തിൽ നാടക സങ്കേതങ്ങളിലേക്കും അഭിനയ സാധ്യതകളിലേക്കും എത്തിക്കുക വഴി ഒരു തലമുറയുടെ ചിന്താശേഷിയുടെയും സർഗാത്മകതയുടെയും നല്ല ദൂരമാണ് അടയാളപ്പെടുത്തുകയെന്നും പ്രോബീർ ഗുഹ കൂട്ടിച്ചേർത്തു. A person comes in one place time and again, it means he or she has some kind of interest developed there. So like that, with your theatre group here and with some common people also, I have just developed a good, beautiful, homely relation with them. So that's why I come again and again. People love theatre, people want to do theatre, the children want to do theatre. So whenever they say me, they come here and do something with us, I immediately accept that. സ്റ്റേറ്റ് ലൈബ്രറി കൌൺസിൽ അംഗം TB ശാലിനി പരിശീലനം ഉദ്ഘാടനം ചെയ്തു. ഗുരുവായൂർ നഗരസഭ വൈസ് ചെയർമാൻ അനീഷ്മ ഷനോജ് അധ്യക്ഷയായി. ഞമ്മനങ്ങാട് തിയേറ്റർ വില്ലേജ് ചെയർമാൻ നാരായണൻ ആത്രപ്പുള്ളി മുഖ്യപ്രഭാഷണം നടത്തി. കോട്ടപ്പടി ഗ്രാമീണ വായനശാല സെക്രട്ടറി മേരി പോൾ സ്വാഗതവും വായനശാല പ്രസിഡന്റ് സന്തോഷ് കുമാർ നന്ദിയും പറഞ്ഞു. കോട്ടപ്പടി വായനശാല പരിസരത്തായിരുന്നു ക്യാമ്പ്. വിവിധ പ്രായത്തിലുള്ള 30ഓളം പേർ പരിശീലനത്തിൽ പങ്കെടുത്തു. ബുദ്ധിമാനായ റാബിറ്റ് ഒരു ഉപായം കണ്ടുപിടിക്കുന്നു. എന്താണത്? ന്യൂസ് ഡെസ്ക്
CCTV. ജീവകാരുണ്യ സംഘടനയായ സുഹൃതം തിരുവെങ്കിടത്തിന്റെ ആഭിമുഖ്യത്തിൽ ഈസ്റ്റർ റംസാൻ വിഷു സംഗമം സംഘടിപ്പിച്ചു. തിരുവെങ്കിടം കൊടയിൽ കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന സംഗമം ഗുരുവായൂർ നഗരസഭ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ AS മനോജ് ഉദ്ഘാടനം ചെയ്തു. സുഹൃതം പ്രസിഡന്റ് രാധാകൃഷ്ണൻ കരുമത്തൽ അധ്യക്ഷനായി. ഡോക്ടർ S അമ്മിണി മുഖ്യാതിഥിയായിരുന്നു. കോർഡിനേറ്റർ ബാലൻ വാറനാട്ട്, മേഴ്സി ജോയ്, PI സൈമൺ, TK ജോർജ് പോൾ, CD ജോൺസൺ, ഗിരീഷ് പാലിയത്ത, സ്റ്റീഫൻ ജോസ്, V ബാലചന്ദ്രൻ, NK ലോറൻസ് തുടങ്ങിയവർ സംസാരിച്ചു. കാലാവസ്ഥ ചതിച്ചു. ഒതളൂർ ബണ്ട്, കടവല്ലൂർ പാടങ്ങളിലെ 500 ഏക്കറിലധികം നെൽകൃഷി വെള്ളമില്ലാതെ ഉണങ്ങി നശിക്കുന്നു. കോടികളുടെ നഷ്ടമാണ് ഈ മേഖലയിൽ കർഷകർക്കുണ്ടായിട്ടുള്ളത്. കാലാവസ്ഥ ചതിച്ചതോടെ തൃശൂർ മലപ്പുറം ജില്ലാ അതിർത്തിയിലെ ഒതളൂർ ബണ്ട്, കടവല്ലൂർ പാടങ്ങളിലെ 500 ഏക്കറിലധികം നെൽകൃഷി വെള്ളമില്ലാതെ ഉണങ്ങി നശിക്കുന്നത് നോക്കി നിൽക്കാനേ കർഷകർക്ക് കഴിയുന്നുള്ളൂ. 1 ഏക്കർ കൃഷി ചെയ്യാൻ 40,000 രൂപയോളം കർഷകർ ചിലവിടണം. കടം എടുത്തും പണയപ്പെടുത്തിയും നടത്തിയ കൃഷി നശിച്ചതോടെ വൻ ബാധ്യതയാണ് കർഷകർക്ക് സംഭവിച്ചിട്ടുള്ളത്. 2 കോടിയിലധികം രൂപയുടെ നാശനഷ്ടമാണ് ഈ മേഖലയിൽ കർഷകർക്കുള്ളത്. തുലാം, വൃശ്ചിക മാസങ്ങളിൽ പെയ്ത മഴ മൂലം കൃഷി 1 മാസം വൈകി നടത്തിയതാണ് കൃഷിനാശത്തിനിടയാക്കിയത്. വൃശ്ചിക മാസത്തിൽ പോലും ബണ്ടിന്റെ ഉയരത്തിൽ വെള്ളം നിറഞ്ഞു നിൽക്കുന്ന അവസ്ഥയിലായിരുന്നു. പിന്നീട് ചെറിയ മോട്ടോറുകൾ ഉപയോഗിച്ച് പമ്പ് ചെയ്താണ് കടവല്ലൂർ പാടശേഖരത്തിൽ കൃഷിയിറക്കിയത്. കടവല്ലൂർ പാടശേഖരത്തിൽ നിന്നും വെള്ളം പമ്പ് ചെയ്തതോടെ കൃഷി നടത്തുന്ന ഒതളൂർ ബണ്ട് ഭാഗത്തേക്ക് കൃഷി ഇറക്കാൻ കഴിയാതെയായി. പിന്നീട് വെള്ളം താഴ്ന്നതോടെയാണ് 1 മാസം വൈകി ഇവിടെ കൃഷി ഇറക്കാൻ സാധിച്ചത്. കൂടാതെ 100 അടി തോടിന് ആഴമില്ലാത്തതും കൃഷിയിടങ്ങളിലേക്ക് കൂടുതൽ വെള്ളം കയറാനും ഇടയാക്കി. 100 അടി തോട്ടിൽ നിന്നും പൊന്തയും മറ്റും നീക്കിയതല്ലാതെ ആഴം കൂട്ടാൻ അധികൃതർ തയ്യാറായില്ലെന്നാണ് കർഷകർ പറയുന്നത്. തുലാം ആദ്യവാരത്തിൽ ഈ മേഖലയിൽ കൃഷി ഇറക്കിയാൽ മാത്രമേ വേനലിനെ അതിജീവിച്ച് കൃഷി ലാഭകരമാക്കാൻ കഴിയൂ. 40 വർഷമായി തരിശുകിടന്നിരുന്ന കടവല്ലൂർ പാടത്ത് 3 വർഷം മുമ്പാണ് കൃഷി ഇറക്കി തുടങ്ങിയത്. ഈ 3 വർഷവും ഇവിടെ കൃഷി നഷ്ടത്തിലായെന്നും കർഷകർ പറയുന്നു. തുലാമാസത്തിൽ തന്നെ വലിയ ഇവിടെ മുട്ടി വെള്ളം ഫുള്ള് കിടക്കുന്ന ടൈമിൽ വലിയ പമ്പുകൾ വെച്ചിട്ട്, സബ്മേഴ്സിബിൾ പമ്പോ അല്ലെങ്കിൽ പെട്ടിമറകൾ വെച്ചിട്ട് വെള്ളം വറ്റിച്ച് തുലാമാസത്തിൽ തന്നെ കൃഷി ഇറക്കിയെങ്കിൽ മാത്രമാണ് നമുക്ക് ഇവിടുത്തെ കൃഷി വിജയിച്ച് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. ഇത് 40 കൊല്ലത്തോളം തരിശ് കിടന്ന ഭൂമി ഇപ്പോൾ കൃഷിയോഗ്യമാക്കിയിട്ട് 3ാമത്തെ വർഷം അത്. ഈ 3 വർഷം നമുക്ക് ഇതേ ഗതികേടാ സംഭവിച്ചത്. കൃഷി വിജയിച്ച് മുന്നോട്ട് പോകാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ആയതുകൊണ്ട് ഇതിൻ്റെ അധികാരികളോട് ഇപ്പോൾ ഈ 500 ഏക്കറോളം മേലെ ഉണങ്ങിക്കിടക്കുന്നത് വളരെ ദയനീയമായ, കൃഷിക്കാരെല്ലാവരും കടക്കിണിയിലായി വളരെ പ്രയാസത്തിലാണ്. തോടിന് ആഴം കൂട്ടിയും വെള്ളം പമ്പ് ചെയ്യാൻ വലിയ മോട്ടോറുകളും പെട്ടിയും പറയും ഉപയോഗിക്കാൻ കഴിഞ്ഞാൽ തുലാം ആദ്യവാരത്തിൽ തന്നെ കൃഷിയിറക്കി നാശനഷ്ടമില്ലാതെ കൊയ്തെടുക്കാൻ കഴിയുമെന്നാണ് കർഷകർ പറയുന്നത്. എന്നാൽ ഉദ്യോഗസ്ഥർ കടമകൾ തീർക്കാനുള്ള പ്രവർത്തനം മാത്രമാണ് ഈ മേഖലയിൽ നടത്തുന്നത് എന്നാണ് കർഷകരുടെ ആരോപണം. CCTV ന്യൂസ്, പെരുമ്പിലാവ്. തൃശൂർ ജില്ലാ ഗ്യാസ് ആൻഡ് പെട്രോൾ പമ്പ് വർക്കേഴ്സ് യൂണിയൻ ചാവക്കാട് ഏരിയ കുടുംബസംഗമം NK അക്ബർ MLA ഉദ്ഘാടനം ചെയ്തു. ഗുരുവായൂർ നഗരസഭ വായനശാല ഹാളിൽ നടന്ന സംഗമത്തിൽ യൂണിറ്റ് പ്രസിഡന്റ് TV ഷമീർ അധ്യക്ഷത വഹിച്ചു. CITU ചാവക്കാട് ഏരിയ സെക്രട്ടറി AS മനോജ് മുഖ്യപ്രഭാഷണം നടത്തി. യൂണിയൻ ജില്ലാ സെക്രട്ടറി VR മുരളി, CITU കോർഡിനേഷൻ കൺവീനർ ജെയിംസ് ആളൂർ, യൂണിറ്റ് സെക്രട്ടറി സലീഷ് കുമാർ, ട്രഷറർ CK ബദറുദ്ദീൻ തുടങ്ങിയവർ സംസാരിച്ചു. തിപ്പിലിശ്ശേരി മൃഗാശുപത്രിയുടെ 15 ലക്ഷം രൂപ ചെലവിട്ട് നടത്തുന്ന കെട്ടിട നവീകരണം അവസാന ഘട്ടത്തിൽ. പൊളിഞ്ഞു തുടങ്ങിയ മേൽക്കൂരയും ഓഫീസ്, ഫാർമസി, മൃഗങ്ങളെ ശുശ്രൂഷിക്കുന്ന ഷെഡ് തുടങ്ങിയവയും പുതുക്കി നിർമ്മിച്ചു. ആളുകൾക്കിരിക്കാനുള്ള സൗകര്യവും ഒരുക്കിയിട്ടുണ്ട്. ചുറ്റുമുണ്ടായിരുന്ന പാഴ്മരങ്ങൾ വെട്ടിമാറ്റുകയും കിണറും പരിസരങ്ങളും വൃത്തിയാക്കുകയും ചെയ്യുന്നുണ്ട്. മറ്റു പണികൾ പൂർത്തിയായെങ്കിലും പ്ലംബിംഗും വൈദ്യുതീകരണവും നീളുകയാണെന്ന് നാട്ടുകാർ പരാതിപ്പെട്ടു. പ്ലംബിംഗ് ജോലികൾ പൂർത്തിയാകാതെ കരാറുകാരൻ സ്ഥലം വിട്ടെന്നാണ് ആരോപണം. എന്നാൽ കരാറുകാരന് പണം ലഭിക്കാത്തതാണ് പണികൾ യഥാസമയം പൂർത്തിയാകാത്തതിന് തടസ്സമെന്നും സൂചനയുണ്ട്. വൈദ്യുതീകരണത്തിന് പുതിയ കരാർ നൽകണം. ഇതിന്റെ പ്രാരംഭ നടപടികൾ ജില്ലാ പഞ്ചായത്തിന്റെ നിർമ്മാണ വിഭാഗം നടത്തിയെന്ന് പഞ്ചായത്ത് അധികൃതർ പറഞ്ഞു. സമീപമുള്ള കടമുറികൾ വാടകയ്ക്കെടുത്താണ് നിലവിൽ മൃഗാശുപത്രി പ്രവർത്തിക്കുന്നത്. ഇവിടെ മൃഗങ്ങൾക്ക് വേണ്ട സൗകര്യങ്ങൾ ഇല്ലാത്തത് നാട്ടുകാരെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട്. മൃഗാശുപത്രിയുടെ ഓടുമേഞ്ഞ പഴയ കെട്ടിടം ചോർന്നൊലിക്കുന്ന അവസ്ഥയിലായിരുന്നു. എലികളുടെയും ഇഴജന്തുക്കളുടെയും ശല്യം മൂലം ജീവനക്കാർ ഭീതിയോടെയാണ് കഴിഞ്ഞിരുന്നത്. ആശുപത്രിയുടെ ശോച്യാവസ്ഥയെക്കുറിച്ച് CCTV പലതവണ വാർത്ത നൽകിയിരുന്നു. പെരുമ്പിലാവ്, ആൽത്തറ, മുല്ലപ്പള്ളിക്കുന്ന്, തിപ്പിലിശ്ശേരി തുടങ്ങിയ സ്ഥലങ്ങളിലെ 100 കണക്കിന് ജനങ്ങളാണ് ആശുപത്രിയെ ആശ്രയിക്കുന്നത്. CCTV ന്യൂസ്, പെരുമ്പിലാവ്. പരിശുദ്ധ പാമ്പാടി തിരുമേനിയുടെ ഓർമ്മ പെരുന്നാളിന്റെ ഭാഗമായി പഴഞ്ഞി പാമ്പാടി തീർത്ഥ സംഘത്തിന്റെ നേതൃത്വത്തിൽ തീർത്ഥയാത്ര നടത്തി.
പാമ്പാടി പള്ളിയിലെ ഓർമ്മപ്പെരുന്നാളിന് വിതരണം ചെയ്യാനായി അരി, വെളിച്ചെണ്ണ, നാളികേരം, മുതിര, പയർ, ചക്കരയപ്പം, പപ്പടം എന്നിവയുമായാണ് തീർത്ഥാടന സംഘം യാത്ര തിരിച്ചത്. സംഘം പ്രസിഡന്റ് MI ബാബു, സെക്രട്ടറി PU ജേക്കബ്, KS റോയ്സൺ, CI കുഞ്ഞുമോൻ, TD പോൾസൺ, CV രാജൻ എന്നിവർ നേതൃത്വം നൽകി. മേഖലയിലെ മറ്റു പള്ളികളും തീർത്ഥാടക സംഘം സന്ദർശിക്കും. ചാലിശ്ശേരിയിൽ വീട്ടമ്മയെ കമ്പിപ്പാര കൊണ്ട് തലയ്ക്കടിച്ച് പരിക്കേൽപ്പിച്ചു. സംഭവത്തിൽ അയൽവാസിയും സുഹൃത്തുമായ പ്രതി രാജൻ ചാലിശ്ശേരി പോലീസിന്റെ പിടിയിലായി. ചാലിശ്ശേരി കമ്പനിപ്പടിയിലാണ് ദാരുണമായ സംഭവം. ചാലിശ്ശേരി സിവിൽ സപ്ലൈസ് ഗോഡൌണിലെ ജീവനക്കാരിയും 2 കുട്ടികളുടെ അമ്മയുമായ ബബിതയെയാണ് ഇരുമ്പ് കമ്പി കൊണ്ട് തലയ്ക്കടിയേറ്റ നിലയിൽ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. സംഭവത്തിൽ അയൽവാസിയും സുഹൃത്തുമായ രാജനെ ചാലിശ്ശേരി പോലീസ് അറസ്റ്റ് ചെയ്തു. വെള്ളിയാഴ്ച പുലർച്ചെ 5:30 ശേഷമാണ് വീട്ടമ്മ ആക്രമണത്തിനിരയായത്. ഇരുമ്പുവടിയുമായി എത്തിയ പ്രതി വീട്ടമ്മയെ തലയ്ക്കടിച്ചും കുത്തിയും വീഴ്ത്തുകയായിരുന്നുവെന്ന് നാട്ടുകാർ പറയുന്നു. പ്രതി ഇവരുടെ സുഹൃത്തും അയൽവാസിയും ഭർത്താവിന്റെ ബന്ധുവുമാണ്. തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ വീട്ടമ്മയെ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ അത്യാഹിത വിഭാഗത്തിൽ പ്രവേശിപ്പിച്ചു. പഴഞ്ഞി ഫുട്ബോൾ ഫ്രണ്ട്സിന്റെ ഫ്ലഡ്ലൈറ്റ് ജനകീയ സെവൻസ് ഫുട്ബോൾ മത്സരം തുടരുന്നു. ദിവസവും 2 മത്സരങ്ങളാണ് നടക്കുന്നത്. ഫൈനൽ ഞായറാഴ്ച നടക്കും. മുൻ ഇന്ത്യൻ ഫുട്ബോൾ ക്യാപ്റ്റൻ IM വിജയൻ ഫൈനൽ മത്സരത്തിനെത്തും. സൗജന്യ ഫുട്ബോൾ മത്സരം കാണാൻ ദിവസവും ആയിരങ്ങളാണ് ഗവൺമെന്റ് സ്കൂൾ ഗ്രൗണ്ടിലെത്തുന്നത്. വടക്കാഞ്ചേരി സുഹൃത്ത് സംഘത്തിന്റെ കീഴിൽ എരുമപ്പെട്ടി പഞ്ചായത്തിൽ നിർമ്മിച്ചു നൽകുന്ന 4ാമത് സ്നേഹവീടിന്റെ ബ്രോഷർ പ്രകാശനം നടന്നു. വടക്കാഞ്ചേരി നിവാസികളുടെ പ്രവാസി കൂട്ടായ്മയായ വടക്കാഞ്ചേരി സുഹൃത്ത് സംഘം ദുബായിൽ സംഘടിപ്പിച്ച ഇഫ്താർ ഫാമിലി മീറ്റിലാണ് ബ്രോഷർ പ്രകാശനം നടന്നത്. വടക്കാഞ്ചേരി സുഹൃത്ത് സംഘം പ്രസിഡന്റ് ഫിറോസ് ഖാൻ, ജനറൽ സെക്രട്ടറി ലിയോ തോമസ്, ട്രഷറർ ജാഫർ വടക്കാഞ്ചേരി, ചാരിറ്റി കൺവീനർ സുരേഷ് ബാബു, സ്നേഹവീട് നാൾ കോർഡിനേറ്റർ അബൂബക്കർ എന്നിവർ ചേർന്നാണ് ബ്രോഷർ പ്രകാശനം ചെയ്തത്. നിർമ്മാണം ഈ വർഷം തന്നെ പൂർത്തീകരിച്ച് കൈമാറുമെന്ന് പ്രസിഡന്റ് അറിയിച്ചു. വേലൂർ, തെക്കുംകര, വടക്കാഞ്ചേരി എന്നിവിടങ്ങളിലായാണ് മറ്റ് വീടുകൾ നിർമ്മിച്ചു നൽകിയത്. മാനവ സൗഹാർദ്ദ സന്ദേശമുയർത്തി കുന്നംകുളം ടൗൺ മസ്ജിദിൽ നടത്തിയ സൗഹൃദ സംഗമവും ഇഫ്താർ വിരുന്നും വേറിട്ടതായി. പ്രസിദ്ധ വാഗ്മിയും പെരുമ്പിലാവ് മസ്ജിദുർ റഹ്മ ഖത്തീബുമായ സലീം അമ്പാട് ഇഫ്താർ സന്ദേശം നൽകി. കുന്നംകുളം മുനിസിപ്പൽ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ, വിക്ടോറിയ കോളേജ് പ്രിൻസിപ്പൽ മാത്യു മാസ്റ്റർ, വടശ്ശേരി ബാലൻ, മസ്ജിദ് സെക്രട്ടറി P സൈഫുദ്ദീൻ എന്നിവർ സംസാരിച്ചു. കുന്നംകുളം ചേംബർ ഓഫ് കൊമേഴ്സ് പ്രസിഡന്റ് KP സാക്സൺ, മുജാഹിദ് മസ്ജിദ് കമ്മിറ്റി പ്രസിഡന്റ് പാലിയത്ത് അബൂബക്കർ, ജമാഅത്തെ ഇസ്ലാമി കുന്നംകുളം ഏരിയ പ്രസിഡന്റ് ഷാജു മുഹമ്മദ് ഉണ്ണി, മുനിസിപ്പൽ കൗൺസിൽ അംഗം ലബീബ് ഹസൻ, മുസ്ലിം ലീഗ് ദേശീയ അംഗം EP കമറുദ്ദീൻ, വെൽഫെയർ പാർട്ടി മണ്ഡലം പ്രസിഡന്റ് MS റഫീഖ്, മാധ്യമപ്രവർത്തകരായ C ഗിരീഷ് കുമാർ, M ബിജുപാൽ തുടങ്ങിയവർ സംബന്ധിച്ചു. സ്നേഹത്തിന്റെയും സമഭാവനയുടെയും ഐക്യത്തിന്റെയും സന്ദേശം പകർന്ന് സംഘടിപ്പിച്ച സൗഹൃദ ഇഫ്താർ സംഗമം സമൂഹത്തിന്റെ വ്യത്യസ്ത മേഖലകളിലുള്ളവരുടെ ഒത്തുചേരലിനും വിവിധ മതങ്ങളെക്കുറിച്ച് പരസ്പരം മനസ്സിലാക്കാനുമുള്ള വേദി കൂടിയായി മാറി. സംഗമത്തിൽ 500ഓളം പേർ പങ്കെടുത്തതും വേറിട്ട അനുഭവമായി മാറി. CCTV ന്യൂസ് കുന്നംകുളം. ഗുരുവായൂർ കാവീട് ആളാംകുളം ഭഗവതി ക്ഷേത്രത്തിലെ മീനഭരണി മഹോത്സവത്തിന് കൊടിയേറി. തന്ത്രി കരിയന്നൂർ വടക്കേടത്തുമന KV നാരായണൻ നമ്പൂതിരി, മേൽശാന്തി പ്രസന്നൻ കരുവാടി തുടങ്ങിയവർ കാർമ്മികരായി. ഏപ്രിൽ 10-നാണ് മീനഭരണി മഹോത്സവം. ചാലിശ്ശേരി സഹയാത്ര ചാരിറ്റബിൾ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ ഭിന്നശേഷി ഡേ കെയർ അംഗങ്ങളുടെ ഇഫ്താർ കുടുംബസംഗമം സംഘടിപ്പിച്ചു. ചാലിശ്ശേരി മുഹിയുദ്ദീൻ ജുമാ മസ്ജിദ് മഹല്ല് ഖത്തീബ് അസ്കർ കമാലി ഫൈസി മുഖ്യ സന്ദേശം നൽകി. സഹയാത്ര പ്രസിഡന്റ് VV ബാലകൃഷ്ണൻ അധ്യക്ഷനായി. സെക്രട്ടറി വാസുണ്ണി പട്ടാഴി, ഭരണസമിതി അംഗം ഗോപിനാഥ് പാലഞ്ചേരി, പഞ്ചായത്ത് വികസന സമിതി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഹുസൈൻ പുളിയഞ്ഞാലിൽ, കോർഡിനേറ്റർ TA രണദിവെ എന്നിവർ സംസാരിച്ചു. മഗ്രിബ നമസ്കാരത്തിനായി ബാങ്ക് വിളിച്ചതോടെ ഈത്തപ്പഴം, കാരയ്ക്ക, മുന്തിരി, മാമ്പഴം, തണ്ണിമത്തൻ എന്നീ പഴവർഗ്ഗങ്ങളും സമൂസ, തരിക്കഞ്ഞി എന്നിവയുടെ നോമ്പുതുറ തുടങ്ങി. ഹാളിൽ ഒരുക്കിയ നമസ്കാരത്തിന് ശേഷം പൊറോട്ട, പത്തിരി, നെയ്ച്ചോർ, ഇറച്ചിക്കറി എന്നിങ്ങനെ സ്നേഹവിരുന്നുമുണ്ടായി. ഗ്രാമത്തിന്റെ വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്ന നിരവധി പേർ ഇഫ്താർ വിരുന്നിൽ പങ്കെടുത്തു. ഭിന്നശേഷി അംഗങ്ങൾക്ക് വസ്ത്രങ്ങൾ, പലവ്യഞ്ജനങ്ങൾ എന്നിവയടങ്ങിയ റംസാൻ കിറ്റുകളും ചടങ്ങിൽ വിതരണം ചെയ്തു. സഹയാത്രാ പ്രസിഡന്റ് VV ബാലകൃഷ്ണൻ, സെക്രട്ടറി വാസുണ്ണി പട്ടാഴി, മാർവൽ ക്ലബ്ബ് പ്രസിഡന്റ് MM അഹമ്മദ് ഉണ്ണി, മുഹമ്മദ് മുനീർ, ബ്ലോക്ക് മെമ്പർ ബാബ മാളിയേക്കൽ, പഞ്ചായത്ത് അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു. ഗുരുവായൂർ കാവീട് സെന്റ് ജോസഫ് ദേവാലയത്തിലെ തിരുനാളിന് കൊടിയേറി. വികാരി ഫാദർ ഫ്രാൻസിസ് നീലങ്കാവിൽ കൊടിയേറ്റം നിർവഹിച്ചു. ട്രസ്റ്റിമാരായ ഫുൾജൻ ഫ്രാൻസിസ്, MM ബോസ്കോ, VJ ട്രിജോ, ജനറൽ കൺവീനർ CV ജെയ്സൺ തുടങ്ങിയവർ നേതൃത്വം നൽകി.
മാർ യൗസേപ്പിന്റെയും മാർ സെബസ്ത്യനോസ് സഹദയുടെയും മാർത്താ മറിയത്തിന്റെയും സംയുക്ത തിരുനാൾ ഏപ്രിൽ 12 മുതൽ 15 വരെയുള്ള തീയതികളിലായാണ് ആഘോഷിക്കുന്നത്. ദീർഘനാളത്തെ കാത്തിരിപ്പിനൊടുവിൽ പെരിയമ്പലം ബീച്ച് റോഡ് ടാറിംഗ് പ്രവർത്തനങ്ങൾ കഴിഞ്ഞു. റോഡ് ഉയരം കൂടിയതിനാൽ വീടുകളിലേക്ക് വാഹനങ്ങൾ ഇറക്കുവാനും കയറ്റുവാനും സാധിക്കുന്നില്ലെന്ന് പ്രദേശവാസികൾ. വാർഡ് മെമ്പർ KH ആബിദ് അസിസ്റ്റന്റ് എഞ്ചിനീയർക്ക് രേഖാമൂലം നിവേദനം നൽകി. അർബൻ മിഷൻ ഫണ്ട് 73 ലക്ഷം രൂപ ഉപയോഗിച്ച് 823 മീറ്റർ നീളത്തിൽ BMBC നിലവാരത്തിലാണ് റോഡ് പണിയുടെ ടാറിംഗ് പ്രവർത്തനം നടത്തിയത്. 3 വർഷം മുമ്പാണ് പൊന്നിയൂർക്കുളം പഞ്ചായത്ത് പെരിയമ്പലം ബീച്ച് റോഡിന് ടാറിടാൻ 50 ലക്ഷം രൂപ അനുവദിച്ചത്. പൊതുമരാമത്ത് വകുപ്പിനായിരുന്നു നിർമ്മാണ ചുമതല. എന്നാൽ നിരവധി തവണ ടെൻഡർ വെച്ചിട്ടും പ്രവൃത്തി ഏറ്റെടുക്കാൻ കരാറുകാർ എത്താത്തതിനാൽ പദ്ധതി നടന്നില്ല. നിർമ്മാണ സാമഗ്രികൾക്ക് വില വർദ്ധിച്ചതിനാൽ എസ്റ്റിമേറ്റ് തുക വർദ്ധിപ്പിക്കണമെന്ന് മരാമത്ത് വകുപ്പ് ആവശ്യപ്പെട്ടതിനെ തുടർന്ന് തുക പഞ്ചായത്ത് വർദ്ധിപ്പിച്ചിട്ടും ടെൻഡർ എടുക്കാൻ ആരുമെത്തിയില്ല. എസ്റ്റിമേറ്റ് തുകയിലെ വർധനവും മരാമത്ത് വകുപ്പിനുള്ള സെൻഡിംഗ് ചാർജ് പഞ്ചായത്തിനോട് അടക്കാൻ ആവശ്യപ്പെട്ടിരുന്നെങ്കിലും അടയ്ക്കാൻ വൈകിയതാണ് പിന്നീടുണ്ടായ പ്രശ്നം. പിന്നീട് കഴിഞ്ഞ നവംബറിലാണ് പഞ്ചായത്ത് അധിക ചാർജ് അടച്ചത്. 823 മീറ്റർ നീളത്തിനിടയ്ക്ക് ഒരു കൾവേർട്ട് ഉണ്ടായിരുന്നെങ്കിലും ഇതിനുള്ള തുക എസ്റ്റിമേറ്റിൽ ഉൾക്കൊള്ളിക്കാത്തതിനാൽ വാർഡ് മെമ്പർ ഇടപെട്ട് 7 ലക്ഷം രൂപ ചിലവിൽ പഞ്ചായത്ത് കൾവേർട്ട് നിർമ്മാണവും അതിന് പരിസരത്ത് കാനയും നിർമ്മിച്ചിരുന്നു. 100 കണക്കിന് സന്ദർശകർ എത്തുന്ന പെരിയമ്പലം റോഡ് പൊളിഞ്ഞതിനാൽ ഇവിടേക്ക് സന്ദർശകർക്ക് എത്തിപ്പെടാൻ വളരെയേറെ ബുദ്ധിമുട്ടാണ് ഉണ്ടായിരുന്നത്. മാത്രമല്ല സന്ദർശകരുടെ വരവിൽ ഗണ്യമായ കുറവാണ് ഉണ്ടായിരുന്നത്. ഇത് ഇവിടുത്തെ ചെറുകിട വ്യാപാരികൾക്ക് സാമ്പത്തിക പ്രയാസവും ഉണ്ടാക്കി. ഗതാഗതം പൂർണ്ണമായും അടച്ചാണ് റോഡ് പണികൾ നടത്തിയത്. പെരിയമ്പലം ബീച്ച് റോഡ് നവീകരണ പ്രവൃത്തി കഴിയുന്നതോടുകൂടി പെരുന്നാൾ, വിഷു എന്നീ വിശേഷ ദിവസങ്ങളിൽ സന്ദർശകരുടെ എണ്ണം കൂടുമെന്നും അതുവഴി വ്യാപാരത്തിൽ കാര്യമായ മാറ്റം ഉണ്ടാവുമെന്നാണ് ഇവിടത്തുകാർ പ്രതീക്ഷിച്ചിരുന്നത്. എന്നാൽ ടാറിംഗ് പ്രവർത്തനം കഴിഞ്ഞ് ദിവസങ്ങൾ കഴിഞ്ഞിട്ടും കരാറിൽ പറഞ്ഞ പ്രകാരമുള്ള ഇരു സൈഡുകളിലും കോൺക്രീറ്റ് വർക്കുകൾ ചെയ്തിട്ടില്ല. ഇതുമൂലം വീടുകളിലേക്ക് വാഹനങ്ങൾ ഇറക്കുവാനും കയറ്റുവാനും കഴിയാത്ത അവസ്ഥയാണ് ഉള്ളത്. എത്രയും പെട്ടെന്ന് കോൺക്രീറ്റ് വർക്കുകൾ ചെയ്തു തീർത്ത് പ്രദേശവാസികളുടെ ദുരിതം അകറ്റണമെന്ന് വാർഡ് മെമ്പർ KH ആബിദ് അസിസ്റ്റന്റ് എഞ്ചിനീയർക്ക് രേഖാമൂലം അറിയിച്ചു. CCTV ന്യൂസ്, പൊന്നിയൂർക്കുളം. ഏപ്രിൽ 22-23 തീയതികളിൽ ദുബായിലെ മിഡിൽസെക്സ് യൂണിവേഴ്സിറ്റിയിൽ നടക്കുന്ന ഗ്രാൻഡ് ഫിനാലെയിൽ കേരളത്തെ പ്രതിനിധീകരിച്ച എയ്യാൽ നിർമ്മലമാതാ സ്കൂളിലെ 3 വിദ്യാർത്ഥികൾ പങ്കെടുക്കുമെന്ന് സ്കൂൾ അധികൃതർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ജനുവരി 15-16 തീയതികളിൽ തിരുവനന്തപുരം സാരാഭായ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജിയിൽ നടന്ന ഓൾ കേരള സ്റ്റിൽ മോഡൽ മത്സരത്തിൽ എയ്യാൽ നിർമ്മലമാതാ കോൺവെന്റ് സ്കൂളിലെ വിദ്യാർത്ഥികളായ അദീന റോസ്, അനന്യ സി മനോജ്, ഭദ്ര കെ പ്രസീദ് എന്നിവർക്കാണ് 1ാം സ്ഥാനം ലഭിച്ചത്. മാനസിക സംഘർഷങ്ങളിൽ നിന്നും മോചനം ലഭിക്കാൻ പ്രകൃതിയുമായി ഇണങ്ങി ജീവിക്കുക എന്ന ആശയം ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള വിഷയത്തിൽ സ്റ്റിൽ മോഡൽ നിർമ്മിച്ചാണ് ഈ വിദ്യാർത്ഥികൾ 1ാം സ്ഥാനം കരസ്ഥമാക്കിയത്. ഇന്റർനാഷണൽ മത്സരത്തിൽ പങ്കെടുക്കാൻ ദുബായിലേക്ക് പോകുന്ന വിദ്യാർത്ഥികൾക്ക് ഏപ്രിൽ 12-ന് സ്കൂളിൽ വെച്ച് യാത്രയപ്പ് നൽകും. പ്രിൻസിപ്പൽ സിസ്റ്റർ ജിയോ തെരേസ്, വൈസ് പ്രിൻസിപ്പൽ സിസ്റ്റർ ബ്ലസ്സി റോസ് എന്നിവർ വിദ്യാർത്ഥികളെ അനുഗമിക്കും. ടാക്യൂൻ 360 എന്ന കമ്പനി സയൻസ് ടെക്നിക്കൽ എക്സിബിഷൻ റീജിയണൽ സ്റ്റോക്ക് ഓഫ് ഫെസ്റ്റ് 2023-24 തിരുവനന്തപുരത്ത് വെച്ച് നടത്തി. കേരളത്തിലെ തിരഞ്ഞെടുക്കപ്പെട്ട വിവിധ സ്കൂളുകൾ പങ്കെടുത്ത ഈ മത്സരത്തിൽ സ്റ്റിൽ മോഡലിൽ നമ്മുടെ എയ്യാൽ നിർമ്മലമാതാ സ്കൂളിലെ അദീന റോസ്, അനന്യ സി മനോജ്, ഭദ്ര കെ പ്രസീദ് എന്നിവർ 1ാം സ്ഥാനം കരസ്ഥമാക്കി. ഇനി ഇതിൻ്റെ ഗ്രാൻഡ് ഫിനാലെ നടക്കുന്നത് ഇൻ്റർനാഷണൽ തലത്തിൽ ദുബായിൽ വെച്ചാണ്. ദുബായിലെ മിഡിൽസെക്സ് യൂണിവേഴ്സിറ്റിയിൽ ഇതിൻ്റെ ഗ്രാൻഡ് ഫിനാലെ ഏപ്രിൽ 22-23 തീയതികളിലായി നടക്കുന്നു. എരുമപ്പെട്ടി പ്രസ് ക്ലബ്ബിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ സ്കൂൾ പ്രിൻസിപ്പൽ സിസ്റ്റർ ജിയോ തെരേസ്, അധ്യാപിക അശ്വതി റജിൻ, PTA പ്രസിഡന്റ് ദീപക് ആൻഡോ, പേരൻസ് പ്രതിനിധി മേജർ KP ജോസഫ് എന്നിവർ പങ്കെടുത്തു. CCTV ന്യൂസ്, എരുമപ്പെട്ടി. രൂക്ഷമായ ജലക്ഷാമം അനുഭവിക്കുമ്പോൾ വർഷങ്ങളായി അധികൃതരുടെ അനാസ്ഥ കാരണം ശുദ്ധജലം പാഴാകുന്നു. അക്കിക്കാവ് കേച്ചേരി ബൈപ്പാസ് റോഡിലെ അമ്മ ഹോട്ടലിന് സമീപമാണ് ജല അതോറിറ്റിയുടെ പൈപ്പിൽ നിന്നും ശുദ്ധജലം പാഴാകുന്നത്. 2 വർഷമായി പമ്പിംഗ് സമയത്ത് തുടങ്ങുന്ന ജലമൊഴുക്ക് മണിക്കൂറുകളോളം നീളും. 100 കണക്കിന് ലിറ്റർ കുടിവെള്ളമാണ് ഈ സമയത്ത് പാഴാകുന്നത്. ഇത്തരത്തിൽ ശുദ്ധജലം പാഴാകാൻ തുടങ്ങിയിട്ട് 2 വർഷത്തിലേറെയായെന്ന് നാട്ടുകാർ പറയുന്നു. കുടിവെള്ളക്ഷാമം അനുദിനം രൂക്ഷമാകുന്ന സാഹചര്യത്തിൽ പൈപ്പുകൾ ചോർന്നുണ്ടാകുന്ന കുടിവെള്ള നഷ്ടം ഒഴിവാക്കാൻ ജല അതോറിറ്റി തയ്യാറാകണമെന്നും നാട്ടുകാർ ആവശ്യപ്പെട്ടു. കാട്ടകാമ്പാൽ പഞ്ചായത്തിലെ വാവേക്കർ കോൾപ്പടവിലെ 60 ഏക്കർ പുഞ്ചകൃഷിയുടെ കൊയ്ത്ത് തുടങ്ങി. ബണ്ട് വരമ്പില്ലാത്തതിനാൽ 2 വർഷം ഈ കോൾപ്പടവിൽ കർഷകർ കൃഷി ചെയ്യാതെ തരിശിട്ടിരുന്നു. ഒരു ഭാഗത്ത് ബണ്ട് വരമ്പ് നിർമ്മിച്ചതിനു ശേഷം ഇത്തവണ കൃഷി ഇറക്കുകയായിരുന്നു.
വെള്ളം സുലഭമായി ലഭിച്ചതിനാൽ മികച്ച വിളവ് ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് കർഷകർ. കൊയ്ത്തുത്സവം ADA മിനി ഉദ്ഘാടനം ചെയ്തു. കോൾപ്പടവ് പ്രസിഡന്റ് K. ഇനീഷ്യൻ, സെക്രട്ടറി KM അൻവർ, കൃഷി അസിസ്റ്റന്റ് സന്ദീപ് എന്നിവർ പ്രസംഗിച്ചു. ഈ നിലക്ക് നമ്മൾക്ക് ഇന്ന് ഇത്രയും വേഗത്തിൽ കൊയ്യാൻ പറ്റിയത് തന്നെ വളരെ ഒരു സന്തോഷമുള്ളൊരു നിമിഷമാണ്. പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു സന്തോഷം തന്നെ പറയാം. കൃഷി ഇറക്കിയിട്ട് അത് കൊയ്തെടുക്കുക എന്നുള്ളത് നിങ്ങളെ പോലെ തന്നെ എനിക്കും വളരെ സന്തോഷമുണ്ട്. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ ചടങ്ങിൽ പങ്കെടുക്കാൻ എത്തിയത്. കാരണം കൃഷിക്കാർക്ക് അങ്ങനെ ഒരു സന്തോഷം ഉണ്ടെങ്കിൽ അത് പങ്കിടുക എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ ജോലി. ഈ ജോലിയുടെ ഭാഗമായിട്ട് ഞങ്ങൾക്ക് ഏറ്റവും സന്തോഷം തരുന്നൊരു കാര്യം. 3 കൊയ്ത്തുമെതി യന്ത്രം ഉപയോഗിച്ചാണ് കൊയ്ത്ത് നടത്തുന്നത്. 3 പതിറ്റാണ്ട് തരിശിട്ട പാടത്ത് 2019-20 വർഷങ്ങളിൽ കൃഷി ഇറക്കിയിരുന്നു. താൽക്കാലികമായി കിലോമീറ്റർ ദൂരത്തിൽ ബണ്ട് വരമ്പ് നിർമ്മിച്ചാണ് അന്ന് കൃഷി ഇറക്കിയത്. എന്നാൽ വേനൽ മഴയിൽ കൃഷി നശിച്ചത് കർഷകർക്ക് വൻ തിരിച്ചടിയായി. ഇതേ തുടർന്നാണ് പിന്നീടുള്ള 2 വർഷം കർഷകർ കൃഷി ഉപേക്ഷിച്ചത്. കഴിഞ്ഞ വർഷം KLDCയുടെ നേതൃത്വത്തിൽ പടവിൻ്റെ ഒരു വശത്ത് വരമ്പ് മണ്ണിട്ടുയർത്തി. കോൾപ്പടവിന് സ്വന്തമായി 2 മോട്ടോർ പുരയും നിർമ്മിച്ചു നൽകി. ഇത്തവണ 2 മോട്ടോർ കൂടി ലഭിച്ചതോടെ കർഷകർക്ക് ആശ്വാസമായി. ബണ്ടുവരമ്പിന്റെ ബാക്കിയുള്ള ഭാഗം കൂടി മണ്ണിട്ട് ഉയർത്തണമെന്നാണ് കർഷകർ ആവശ്യപ്പെടുന്നത്. CCTV ന്യൂസ്, പെരുമ്പിലാവ്. മന്നലാംകുന്ന് പാപ്പാളി നൂറുദ്ദീൻ മദ്രസ കുരുന്നകൂട്ടം ബാലവേദിയും നുസ്രത്തുൽ ഇസ്ലാം മയ്യിത്ത് പരിപാലന സംഘവും സംയുക്തമായി ഇഫ്താർ വിരുന്ന് സംഘടിപ്പിച്ചു. തുടർന്ന് നടത്തിയ പ്രാർത്ഥനാ സദസ്സിന് മന്നലാംകുന്ന് മുദ്രിസ് നിസാർ അസനി നേതൃത്വം നൽകി. നൂറുദ്ദീൻ മദ്രസ സദർ മുഅല്ലിം ML അഷ്റഫ് മൗലവി, അധ്യാപകരായ MM അൻവർ മൗലവി, വാഹിദ് ബാഗവി എന്നിവർ പങ്കെടുത്തു. ഭാരവാഹികളായ MA ഹനീഫ, സുബൈർ സാഹിബ്, K. അബൂബക്കർ തുടങ്ങിയവർ നേതൃത്വം നൽകി. ബാലവേദി അംഗങ്ങൾക്കിടയിൽ നടത്തിയ ഖുർആൻ വിജ്ഞാന മത്സരത്തിൽ വിജയികളായ ഫർഹ അബൂബക്കർ, സഫ മർവ എന്നിവർക്കുള്ള സമ്മാന വിതരണവും ചടങ്ങിൽ നടന്നു. നീണ്ടൂർ ഉദയ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ നേതൃത്വത്തിൽ സമൂഹ നോമ്പുതുറ സംഘടിപ്പിച്ചു. കടങ്ങോട് പഞ്ചായത്ത് പ്രസിഡന്റ് മീന സാജൻ, നീണ്ടൂർ മദ്രസ മഹല്ല് കമ്മിറ്റി അംഗങ്ങൾ, മറ്റ് സാംസ്കാരിക പ്രവർത്തകർ, നാട്ടുകാർ, ക്ലബ് അംഗങ്ങൾ തുടങ്ങി 250ഓളം പേർ പങ്കെടുത്തു. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണം ഗ്രാമിന് 6415 രൂപ, പവന് 51320 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 85 രൂപ. ചരമം കുന്നംകുളം മാർ ഗ്രിഗോറിയോസ് റോഡ് ചിരിയങ്കണ്ടത്ത് പരേതനായ കുര്യൻ ഭാര്യ റോസ നിര്യാതയായി. 92 വയസ്സായിരുന്നു. സംസ്കാരം ആർത്താറ്റ് ഹോളി ക്രോസ് പള്ളി സെമിത്തേരിയിൽ നടന്നു. റീത്ത വർഗീസ്, ഡോക്ടർ CK ഫ്രാൻസിസ്, തോംസൺ, ജോൺസൺ, ഡോക്ടർ സ്റ്റാലിൻ കുര്യൻ എന്നിവർ മക്കളാണ്. ഗുരുവായൂർ തൈക്കാട് JJ ഫാബ്രിക്സ് ഉടമ ചൊവ്വല്ലൂർ ജോസ് നിര്യാതനായി. 79 വയസ്സായിരുന്നു. പരേതയായ ലില്ലി ഭാര്യയാണ്. സംസ്കാരം ബ്രഹ്മകുളം സെന്റ് തോമസ് പള്ളി സെമിത്തേരിയിൽ നടന്നു. സൈമൺ, വർഗീസ് എന്നിവർ മക്കളാണ്. കുന്നംകുളം തെക്കേ അങ്ങാടി മേഘാട്ടുകുളം പാവുണ്ണി ഭാര്യ കുഞ്ഞാറം നിര്യാതയായി. 94 വയസ്സായിരുന്നു. സംസ്കാരം ആർത്താറ്റ് സെന്റ് മേരീസ് ഓർത്തഡോക്സ് സിറിയൻ കത്തീഡ്രൽ സെമിത്തേരിയിൽ നടന്നു. പരേതയായ മേഴ്സി, ലിസി, ജോയ്സി എന്നിവർ മക്കളാണ്. അഞ്ഞൂർകുന്ന് കോതോട്ട് അറുമുഖൻ ഭാര്യ ലക്ഷ്മി നിര്യാതയായി. 101 വയസ്സായിരുന്നു. പരേതനായ ശശിധരൻ, പരേതനായ വിജയൻ, മദനൻ, മനോഹരൻ, സുശീല, അംബിക എന്നിവർ മക്കളാണ്. സംസ്കാരം കോട്ടപ്പടി വാതക ശ്മശാനത്തിൽ നടന്നു. കുന്നംകുളം കാണിപ്പയ്യൂർ പഴയ തൃശൂർ റോഡ് ദേവിക ഹോട്ടൽ ഉടമ പട്ടിയാമ്പുള്ളി ശങ്കരൻ മകൾ കാർത്തിയായിനി നിര്യാതയായി. 77 വയസ്സായിരുന്നു. സംസ്കാരം നാളെ രാവിലെ 10 മണിക്ക് കുന്നംകുളം ക്രിമിറ്റോറിയത്തിൽ നടക്കും. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ലോക്സഭാ തിരഞ്ഞെടുപ്പ് നാമനിർദ്ദേശ പത്രികകളുടെ സൂക്ഷ്മ പരിശോധനയിൽ കേരളത്തിൽ 86 പേരുടെ പത്രിക തള്ളി. നിലവിൽ 204 സ്ഥാനാർത്ഥികൾ. തൃശൂരിൽ 10ഉം ആലത്തൂരിൽ 5ഉം സ്ഥാനാർത്ഥികൾ മത്സരരംഗത്ത്. പത്രിക പിൻവലിക്കുന്നതിനുള്ള സമയപരിധി തിങ്കളാഴ്ച അവസാനിക്കുന്നതോടെ അന്തിമ സ്ഥാനാർത്ഥി പട്ടികയാകും. പ്രധാന നേതാക്കൾ മത്സരിക്കുന്ന മണ്ഡലത്തിൽ പോലും സ്വന്തം കൊടി ഉപയോഗിക്കാൻ ധൈര്യമില്ലാത്തവരാണോ രാജ്യത്തിന്റെ മതേതരത്വം കാത്തു സൂക്ഷിക്കുമെന്ന് പറയുന്നതെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. SDPI-UDF ബന്ധം ആസൂത്രിത നീക്കമെന്നും കേരള സ്റ്റോറി ദൂരദർശനിൽ പ്രദർശിപ്പിക്കുന്നത് BJP അജണ്ടയെന്നും CPM സംസ്ഥാന സെക്രട്ടറി. ഒരു മാസക്കാലത്തെ വ്രതാനുഷ്ഠാനത്തിന് ശേഷം വിശുദ്ധ മാസത്തോട് വിട പറയാൻ ഒരുങ്ങി മുസ്ലിം സമൂഹം. റമദാനിലെ അവസാന വെള്ളിയാഴ്ച പള്ളികളിൽ നടന്ന നമസ്കാരങ്ങൾ ഭക്തി നിർഭരം.
പ്രസിദ്ധമായ മറ്റം നിത്യസഹായ മാതാവിന്റെ തീർത്ഥകേന്ദ്രത്തിലെ തിരുനാളിന് കൊടിയേറി. ഏപ്രിൽ 12 മുതൽ 16 വരെയുള്ള തീയതികളിലായി ആഘോഷിക്കുന്ന തീർത്ഥകേന്ദ്രത്തിലെ 86ാം തിരുനാൾ ആഘോഷത്തിന് തുടക്കം കുറിച്ചാണ് കൊടിയേറ്റം നടന്നത്. തിരുനാളാഘോഷം CCTVയിലൂടെ തത്സമയം പ്രേക്ഷകരിലേക്ക്. ഒറ്റപ്പിലാവ് കോതച്ചിറ റോഡിൽ പ്രവർത്തിക്കുന്ന പന്നി ഫാമിലെ മാലിന്യം പൊതുസ്ഥലത്തേക്ക് ഒഴുക്കിവിടുന്നത് തടയണമെന്നാവശ്യപ്പെട്ട് പ്രദേശവാസികൾ കുന്നംകുളം പോലീസിൽ പരാതി നൽകി. മാലിന്യം മൂലം പരിസരത്ത് ദുർഗന്ധവും കിണറുകളിൽ അഴുക്കുജലവും നിറയുന്നുവെന്ന് ആരോപണം. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.